നേരെ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് മെർഡെക്ക 118 എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. നമ്മളുടെ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ഇപ്പൊ ഇതാണ് കേട്ടോ. സൺഗ്ലാസ്, തൊപ്പി, സൺസ്ക്രീൻ എല്ലാം ആയിട്ട് വരാം. ഇല്ലെങ്കിൽ പൊള്ളും. എസ്പെഷ്യലി സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ്. മലേഷ്യയുടെ മനോഹരമായ വീതികളിലൂടെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ലക്ഷ്യമാക്കി സഞ്ചാരം തുടരുകയാണ്. ഐസ്ക്രീം കഴിച്ചുകൊണ്ട്. ഐസ്ക്രീം എങ്ങനെയുണ്ട്? നമ്മൾ ഉദ്ദേശിച്ചൊരു ഫ്ലേവർ അല്ലേ അത് ചേട്ടാ? ക്ഷീണിച്ചേട്ടോ, ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഫ്ലൈറ്റിൽ ഉറക്കം ശരിയല്ലോ, അതിൻ്റെയൊക്കെയാണ്. ഫുഡ് കഴിച്ചാൽ റെഡി ആവൂലേ? നല്ല ഫുഡ്, പാകിസ്ഥാനി ഫുഡ് മേടിക്കാം. ഭീകര ഹൈറ്റ്. ബാക്കി എല്ലാം അതിന്റെ താഴെ. ആക്ച്വലി ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ തന്നെ നല്ല പൊക്കമുള്ള ബിൽഡിങ്സ് ആണ്. അതിന്റെ നടുക്ക് നിൽക്കുന്ന നോക്ക്. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് എന്തിനാ പറ്റിയാന്ന് തോന്നണം. നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, കുറച്ച് ഫുഡ്, തവളയിറച്ചി, അതാണല്ലോ നമ്മളുടെ മെയിൻ ലക്ഷ്യം. 18ാമത്തെ നില ആയതുകൊണ്ട് വ്യൂ കാണണം. ആഹാ, മനോഹരം. നമ്മളിപ്പോൾ ഉള്ളത് ക്വാലാലംപൂർ മലേഷ്യയിലാണ്. നമ്മൾ താമസിക്കുന്ന ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിന്റെ താഴത്ത് നിന്നും ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ? ഐ ആം കാർത്തികൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മലേഷ്യയിൽ ഒരു സിറ്റി ടൂറിലേക്ക് കടക്കുകയാണ്. സത്യം പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല. അത് ഓൺ ദ വേ എവിടെയെങ്കിലും സെറ്റ് ആക്കാം. ആൻഡ് കൃത്യസമയത്തിന് അതെ നമ്മളുടെ ഡ്രൈവർ അടി, ട്രാവൽ ബഡി അടി എന്നാണ് പുള്ളിയുടെ പേര്. നമ്മുടെ വാനായിട്ട് സിറ്റി ടൂറിന് റെഡിയാണ്. മലേഷ്യൻ ഹണിമൂൺ പാർട്ട് 2 അല്ലേ, അങ്ങനെ വേണേൽ പറയാം. നേരെ വണ്ടിയിലേക്ക് കയറാം. ആൻഡ് ബൈ ദ ബൈ നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റി ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഇവിടെ ഇത് മോണോ റെയിലാണോ മെട്രോ റെയിലാണോ എന്നറിയില്ല. അടീനോട് ചോദിക്കാം. അടി ഹായ്, ദിസ് ഈസ് മെട്രോ ഓർ മോണോ റെയിൽ? മോണോ റെയിൽ. ഇത് മോണോ റെയിലാണ്. നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടാണ് അത് കയറാം കേട്ടോ. വേർ വി ആർ ഗോയിങ് ഫസ്റ്റ്? ബാത്തു കേവ്സ്. ഓക്കെ, ബാത്തു കേവ്സ് കാണാനാണ് ആദ്യം പോകുന്നത്. മുരുകൻ കോയിൽ. കം ഓൺ, വിൽ ഗോ. യാ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ മലേഷ്യൻ സ്ട്രീറ്റുകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതായത് സന്തോഷ് ജോർജ് അങ്ങനെ സാർ സഞ്ചാരത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഉദ്യാന നഗരം അല്ലെങ്കിൽ ഒരു ഗാർഡൻ സിറ്റി, ആ ഒരു ഫീലാണ് ക്വാലാലംപൂർ എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ മൊത്തത്തിൽ നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് ആണ്. പിന്നെ നല്ല വെതറുമാണ് ഇന്ന്. നല്ല വെയിലാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പണിയാവുമെന്ന് അറിയില്ല. എന്തായാലും സോ ഫാർ സോ ഗുഡ്. മലേഷ്യയിൽ കാറുകൾ പോലെ തന്നെ അത്യാവശ്യം ബൈക്കുകൾ നമുക്ക് കാണാനൊക്കെ പറ്റും. ഈ യമഹയുടെയും അങ്ങനെയൊക്കെയുള്ള ചില ബ്രാൻഡുകളുടെയൊക്കെ ബൈക്കുകളൊക്കെ ഉണ്ട്. ആ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടി മൊത്തം ബൈക്കിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം. പിന്നെ ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. അടിപൊളി റോഡാണ്. നമ്മുടെ NH 66 ഒക്കെ വന്നു കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ആവുമായിരിക്കും അല്ലേ? അതെ, പൂജ പാവം ഉറക്കം തോന്നിയിരിക്കുക. കിടന്നോ, സ്ഥലത്തുമ്പോൾ വിളിക്കാം കേട്ടോ. നല്ല കളർ അല്ലേ? നോക്കട്ടെ. ആ ശരിയാണിത്, അടിപൊളി കളറ്. അതുപോലെ ആ പോണൊരു കളർ നോക്കി. പോരാത്തതിന് വെയിലും കൂടി അടിച്ച് തിളങ്ങുകയാണല്ലേ, അതാണ് ശ്രദ്ധിച്ചതല്ലേ ഇത്ര നേരമായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ബാത്തു കേവ്സിന്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് വരെ പോകാനായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം ട്രാഫിക് ജാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. ബൈ ദ വൈ, നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ക്ലബ് ഡബ്ല്യൂന്റെ ഒപ്പമാണ്. നിങ്ങൾക്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ക്ലബ് ഡബ്ല്യൂവിനെ സമീപിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട്, അതായത് അല്ലാതെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു കമ്മീഷൻ ഇല്ലാതെ ഒരു കമ്മീഷൻ ഫ്രീ ആയിട്ടുള്ള റേറ്റിൽ കസ്റ്റമൈസ് ചെയ്ത പാക്കേജ് നിങ്ങൾക്ക് ക്ലബ് ഡബ്ല്യൂ എന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ട്രാവൽ പാർട്ണറായ ക്ലബ് ഡബ്ല്യൂന്റെ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ ഗൈഡാണിതോ അങ്ങ് ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് അല്ലേ? പൂച്ച് എവിടെ നോക്കട്ടെ. ഔട്ട്ഫിറ്റ് ഒരു രക്ഷയില്ലെന്ന്. ഇന്ത്യക്കാരിയാന്ന് പറയില്ല. കൊള്ളാം, അത് മതിയല്ലേ? രാജ്യം ഏതാന്ന് കണ്ടുപിടിക്കരുത്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 മിനിറ്റ് നടക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്തു കേവ്സിന്റെ എൻട്രി കേട്ടോ. നമ്മൾ എൻട്രിയിലെത്തി. ഇതുവഴി കയറിയാണ് അകത്തേക്ക് പോകേണ്ടത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ചൈനീസ് ന്യൂ ഇയർ സമയത്തും കൂടിയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഒരു എക്സ്ട്രാ തിരക്കുണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി നമ്മൾ ആ ഫേമസ് മുരുകൻ സ്റ്റാച്യു അവിടെ കാണാം സുഹൃത്തുക്കളെ. യെസ് അടി, ഷുവർ. അടി നമ്മളെല്ലാ സ്ഥലത്തും കൊണ്ടുവരുത്തി ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കും. ഹിയർ, ഓക്കെ, ജസ്റ്റ് ഗോ ആൻഡ് കം. അപ്പോൾ നമ്മുടെ ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോയി കയറി മുകളിൽ വരെയൊക്കെ കണ്ടിട്ട് വരാം. അതെ, നമ്മൾ ഇതിനെപ്പറ്റി അറിയാനൊക്കെ ആയിട്ട് റിസർച്ച് ചെയ്യാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വ്യൂ ആണ് നമ്മുടെ കൺമുമ്പിൽ. അതാ കാണാൻ പറ്റും സുഹൃത്തുക്കളെ. ഇവിടെ ആക്ച്വലി ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ട്. പക്ഷെ ഒരു ആരാധനാലയം എന്നതിലുപരി ഇത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് മലേഷ്യയിലെ. ആക്ച്വലി ബാത്തു കേവ്സ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ സെലാങ്ങോർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഗോംബാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ആക്ച്വലി ക്വാലാലംപൂർ മെയിൻ സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരമല്ല അല്ലേ? നമ്മളിപ്പോൾ ബ്ലോക്ക് ഉണ്ടായിട്ട് പോലെ ഏകദേശം അരമണിക്കൂർ എടുത്തിട്ടുള്ളൂ ഇവിടെ എത്താനായിട്ട്. ആൻഡ് ഇവിടെ ഒരു 272 സ്റ്റെപ്പുകളുണ്ട്. ഇത് ഒരു കേവ് കോംപ്ലക്സ് ആണ് ആക്ച്വലി. ഗൈസ്, നമ്മളങ്ങനെ ഈ മുരുകൻ സ്റ്റാച്യുവിന്റെ ഏകദേശം തൊട്ടടിയിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ താഴെ നിൽക്കുന്ന ആൾക്കാർ
ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവും. ഏകദേശം 140 അടിയാണ് ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ഉയരം വരുന്നത്. 2004 ഇതിൻ്റെ പണി ഇവിടെ തുടങ്ങിയത്. 2006 അതായത് 18 വർഷങ്ങൾക്ക് മുന്നേ ആണ് അത് കംപ്ലീറ്റ് ആയത്. ഇതിൽ മറ്റേ സ്വർണത്തിൻ്റെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. 300 ലിറ്ററോളം സ്വർണത്തിൻ്റെ പെയിൻറ് അടിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ തന്നെയാണ് നമുക്ക് എൻട്രൻസ്. അങ്ങോട്ട് കയറി പോകാൻ 272 സ്റ്റെപ്പുകളുണ്ട് മുകളിൽ വരെ കയറാനായിട്ട്. അപ്പോൾ കാർത്തിക് സൂര്യ പറഞ്ഞ അർച്ചന നമ്മളിപ്പോൾ നടത്തും. അളിയ അർച്ചന പോയിട്ട് മുകളിലേക്ക് കയറാനുള്ള ഒരു വകുപ്പ് പോലും ഇവിടെ ഇല്ല കേട്ടോ. കാര്യം നല്ല തിരക്കാണ്. ഞാൻ സത്യം പറഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളപ്പോൾ പോലും ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. ഇത് കണ്ടില്ല നിങ്ങൾക്ക്? ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആൾക്കാർ കയറണം. നോക്കിയാൽ ഇത് ഇവിടെ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു 2-3 ആൾ പൊക്കത്തിലുള്ളൊരു എന്താ സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെയും പല കളറിലും ഡിസൈനിലൊക്കെ ഉള്ള കാവടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്ത് തന്നെ ഡൊണേഷൻ ബോക്സ് ഉണ്ട്. ആൻഡ് നമ്മളിപ്പോ നേരെ അടിയിലെത്തി, നമ്മുടെ മുരുകൻ സ്റ്റേഷന്റെ നേരെ അടിയിലെത്തി. അപ്പൊ മുരുകനോട് ഒരു ഹരഹരോ ഹരയും പറഞ്ഞ് നമുക്ക് ഇറങ്ങാം അല്ലേ? നമ്മളിപ്പോ തിരിച്ച് വണ്ടിയുടെ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എവിടെ നിന്നാലും നമ്മൾ അവരുടെ ഫ്രെയിമിലായി പോകും. പക്ഷേ കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടി കയറി അടുത്തതായിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗൈഡിനോട് പറഞ്ഞു അടുത്തതിന് ഫുഡ് കഴിക്കണം, വിശക്കുണ്ടെന്ന്. അപ്പോൾ സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അതെ, നേരത്തെ എന്തോ പാകിസ്ഥാനി ക്രിസ്ത്യൻ ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ ഇന്ത്യൻ വേണ്ടല്ലോ, ഇന്ത്യൻ ഒഴിച്ച് എന്തായാലും കുഴപ്പമില്ല. യെസ്, എന്തായാലും പുള്ളി 100 മിന്നിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും നിർത്തും എന്തായാലും. അങ്ങനെ നമ്മളൊരു ഷോർട്ട് ഡ്രൈവിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ളത് നോർത്ത് വെസ്റ്റേൺ കോലാലംപൂരിലേക്കാണ് കേട്ടോ. ഇസ്താന നഗര കാണാനായിട്ട്. ആക്ച്വലി ഇസ്താന നഗര എന്ന് പറയുന്നത് നാഷണൽ പാലസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെയാണ് നമ്മുടെ മലേഷ്യയിലെ രാജാവ് താമസിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ, ഭയങ്കര ഭംഗി. അതായത് പാലസ് നമുക്ക് അവിടെ ദൂരെ കാണാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് കണ്ടില്ല, ഇങ്ങനെ അതിമനോഹരമായ പച്ചപ്പ് ചുറ്റും. പിന്നെ ഇവിടെ നടുക്ക് തന്നെ വലിയൊരു റൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. ആൻഡ് അതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കവാടം. ആൻഡ് ആ കാണുന്നതാണ് പാലസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ കണ്ടോ ഫ്ലാഗുകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലേ ഇവിടെ. പടയപ്പൻ ഇവിടെ എന്താ മലയിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഒക്കെ കാണുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പാലസിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് പരിപാടി അടിത്തറയിടൽ സ്റ്റാർട്ട് ചെയ്തത് എന്റെ ബർത്ത് ഡേറ്റിലാണ്. November 1, 2007 സ്റ്റാർട്ട് ചെയ്ത് 4 വർഷങ്ങൾക്ക് ശേഷം November 15, 2011 ഈ സംഭവം കംപ്ലീറ്റ് ആവുന്നത്. ആക്ച്വലി ഗേറ്റിന്റെ അടുത്ത് പോയി നമുക്കാണെങ്കിൽ അകത്തോട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല ഭംഗിയായിട്ട് കാണാനുണ്ട്. ഒത്തിരി പേര് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് അതിലേക്കൂടി കൈയൊക്കെ ഇട്ട് ഫോണകത്തൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കും കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പാലസിന്റെ ഗേറ്റിന്റെ തൊട്ടടുത്തോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മളും വരുന്നത്. ആരും വെടിവെച്ചിടൂലായിരിക്കും അല്ലേ? ഈ കാണുന്നതാണ് പാലസ് സുഹൃത്തുക്കളെ. ഒരു രക്ഷയില്ലാത്ത ഫീൽ കേട്ടോ ഇത്. എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ സൈസ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ അല്ലേ. പിന്നെ പൂജ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന സൺഗ്ലാസും കൂടി മാറ്റി നോക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളർ അറിയാൻ പറ്റുള്ളൂ. എന്നാ കുതിര കാണണ്ടേ? കുതിരക്കാർ കുതിരയായിട്ട് പുറത്തിറങ്ങിയത്. ഇതിൽ വേറൊരു കുതിര നമ്മുടെ നേരെ വരുമോ? ഇതെന്താണ്? കൊട്ടാരത്തിൽ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ചക്രവ്യൂഹം അതാണെന്ന് തോന്നുന്നു. അതുവല്ലൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഇതൊരു കുതിരയായിട്ട് തിരിച്ചു കയറി പോണ്. അപ്പോൾ രാജാവിൻ്റെ പാലസിൽ നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതാണ് പാലസ്. ഈ പാലസിൻ്റെ നേരെയുള്ള വ്യൂ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന KL ടവർ, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് പെട്രോണാസ് ടവറുമാണ്, നമ്മുടെ ട്വിൻ ടവർ. ഇതുണ്ടോ, രണ്ടും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അത് കൊള്ളാം. അങ്ങോട്ട് നമ്മൾ ഇനി അടുത്തത് KL ടവറിലേക്കാണ് പോകുന്നത്. KL ടവറിലേക്ക് പോവാം. അടിപൊളി വ്യൂ ആയിരിക്കും എൻ്റെ മുകളിൽ നിന്ന്. കമോൺ. നമ്മൾ KL ടവറിന്റെ മുകളിൽ കയറുന്നുണ്ട്. പെട്രോണാസ് ടവറിന്റെ മുകളിലാണ്. ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. കാര്യം അവര് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിന്റെ മുകളിൽ കയറ്റുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. നമുക്ക് നോക്കാൻ എന്തായാലും. അങ്ങനെ രാജാവിന്റെ പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഡ്രൈവില് നമ്മൾ ആക്ച്വലി അടുത്തത് KL ടവറിലേക്കാണ് പോകേണ്ടിരുന്നത്. പക്ഷെ ഓൺ ദ വേ നമ്മളെ തമാൻ തുഗു അല്ലേ, തമാൻ തുഗു ഗാർഡനിൽ ഇറക്കിയിരിക്കുകയാണ്. ഇതൊരു 66 ഏക്കർ പബ്ലിക് പാർക്കാണ് കേട്ടോ. ഇവിടെ ഏകദേശം 1000 മരങ്ങളെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അറിയോ? ഇത് ആക്ച്വലി ഇവിടെ ഇത് വരുന്നതിന് മുന്നേ അല്ലേ ഇവിടെ ഡംപിങ് ഗ്രൗണ്ട് എന്തായിരുന്നു എന്നാണ് പറയുന്നത്. വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിടണം. അതായത് ദിവസവും 150 ട്രക്സോളം വരുന്ന വേസ്റ്റാണ് ഇവിടുന്ന് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തൊരു സ്ഥലമാണ്. ഇപ്പം അടിപൊളിയായി. ഇതേ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ ഒരു അടിപൊളി സ്റ്റാച്ചു എന്നുണ്ടല്ലോ, അത് കാണാം. ഗൈസ്, നമ്മൾ ഇവിടെ തമാൻ തുഗുവില് നിൽക്കുമ്പോൾ തന്നെ നേരെ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് മെർഡെക്ക 118 എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. അതായത് കറന്റ് നമ്മളുടെ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ഇപ്പൊ ഇതാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 2023 നവംബറിൽ എന്തോ ആണ് ഇത് ഓപ്പൺ ആയത്. ഇപ്പൊ ഇതാണ് സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. നൈസ് ലുക്ക് ഇവിടെ നോക്കുമ്പോൾ. അറിയായിരുന്നു അത് സെക്കൻഡ് ടോളസ്റ്റ് ഇപ്പൊ ഇതാ മെർഡെക്ക 118.
വോക്കി ടോക്കി, ആ ശരിയാട്ടോ, ഒരു ജയന്റ് വോക്കി ടോക്കി, ശരിയാണല്ലോ, നൈസ് ഒബ്സർവേഷൻ. നമ്മളിപ്പോൾ ആ കാണുന്ന വഴി നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു നാഷണൽ മോനുമെന്റ് കാണട്ടോ. ഇത് ചുഗു നെഗാര എന്ന് പറയും. അതായത് നമ്മളുടെ മലേഷ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പോരാളികളുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. എസ്പെഷ്യലി രണ്ടാം ലോക മഹായുദ്ധ സമയത്തൊക്കെ ജാപ്പനീസ് ഒക്യുപ്പേഷന് എതിരെയൊക്കെ പോരാടിയ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മോനുമെന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് നമുക്ക് മലേഷ്യയുടെ ഫ്ലാഗും പറക്കുന്നത് കാണാം. പിന്നെ ചുറ്റോട് ചുറ്റു വെള്ളം. നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം. ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ താഴെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, dedicated to the heroic fighters in the cause of peace and freedom, may the blessing of Allah be upon them. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. തിരിച്ചു വന്ന വഴി ഐസ്ക്രീം കടയിൽ നിന്ന് പൂജാര ഐസ്ക്രീം മേടിച്ചു. അങ്ങനെയുണ്ട്. ഈ പൊരി വെയിലത്ത് കഴിക്കാൻ നല്ലൊരു സുഖമില്ലേ അവിടെ? ഏതാ ഫ്ലേവർ? ഇത് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാ ഫ്ലേവറും ഉണ്ടെന്ന് തോന്നുന്നു. കയറാം, വണ്ടി കയറാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടി കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മലേഷ്യ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാഴ്ചകളൊക്കെ കാണാം, പക്ഷേ വെയിൽ കൊള്ളാൻ റെഡി ആയിട്ട് വരും കേട്ടോ. സൺഗ്ലാസ്, തൊപ്പി, സൺസ്ക്രീൻ എല്ലാം ആയിട്ട് വരിക, ഇല്ലെങ്കിൽ അതെ. ഇത് ഇക്വേറ്ററിനടുത്തുള്ളൊരു രാജ്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെക്കാളും ഭയങ്കര അധികം വെയിലിന് ഇവിടെ കാഠിന്യം കൂടുതലാണ്. പൊള്ളും, എസ്പെഷ്യലി സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഫുൾ പൊള്ളും. അപ്പോൾ ഇന്നത്തെ സൺസ്ക്രീൻ ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. എന്തായാലും നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. മലേഷ്യയുടെ മനോഹരമായ വീതികളിലൂടെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ലക്ഷ്യമാക്കി സഞ്ചാരം തുടരുകയാണ്. ഐസ്ക്രീം കഴിച്ചുകൊണ്ട്. ഐസ്ക്രീം എങ്ങനെയുണ്ട്? പോയത് നമ്മൾ ഉദ്ദേശിച്ചൊരു ഫ്ലേവർ അല്ല അത് കേട്ടോ. പക്ഷെ 3 റിംഗറ്റേ ഉള്ളൂ, കുഴപ്പമില്ല. അടുത്തായിട്ട് നമ്മുടെ ഗൈഡ് അടി നമ്മളെ കൊണ്ടുവന്നിറക്കിയിരിക്കുന്നത് മനോഹരമായ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ്. ഇത് ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്കിവിടെ ഐ ലവ് KL എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ മോശമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളവിടെ കണ്ടാൽ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഐ ലവ് KLന്റെ തൊട്ടടുത്ത് വരെ എത്തിയെങ്കിലും ഇവിടെ നിന്ന് ഇപ്പം ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുള്ള കാര്യം. നല്ല തിരക്കാണ്. നമുക്ക് പോയി ഇൻഡിപെൻഡൻസ് സ്ക്വയർ കണ്ടിട്ട് വരാം. കമോൺ. ഞാൻ സഞ്ചാരത്തിലും അല്ലാതെ വേറെ ഒത്തിരി വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ കാണുന്നത് സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗ് ആണ്. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള ഈ കാണുന്ന സ്ക്വയർ ആണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. അപ്പോൾ സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു 19th സെഞ്ചുറി ബിൽഡിംഗ് ആണ്. പണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഒക്കെയാണ് പണ്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് 31 ഓഗസ്റ്റ് 1957 യൂണിയൻ ഫ്ലാഗ്, അതായത് ബ്രിട്ടീഷുകാരുടെ ഫ്ലാഗ് താത്തിക്കെട്ടുകയും ഇവിടെ മലേഷ്യയുടെ ഫ്ലാഗ് ഇവിടെ അവര് ഹോയിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു വലിയൊരു ഭീമൻ മലേഷ്യൻ ഫ്ലാഗ് ദേ അവിടെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? ഇത് ഭയങ്കര വലുതാണ്ടോ, ഭയങ്കര ഉയരത്തിലാണത്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ വെച്ചിട്ടാണ് എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് പരേഡ് നടക്കുന്നത്. അതിലുപരി ഒരു കിടിലൻ ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ്. ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. പൂച്ച് നല്ല വെയിലുണ്ട്, നമുക്ക് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകാം കേട്ടോ. ഇൻഡിപെൻഡൻസ് സ്ക്വയറിന്റെ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്ക് പെർ പുസ്തകാൻ കൊലലംപൂർ എന്നും പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഇവിടുത്തെ കൊലലംപൂർ ലൈബ്രറി ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ലൈബ്രറിയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈവനിങ് ആണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കണ്ട, നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. ഞാൻ ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഒന്ന് കണ്ടോട്ടെ. അങ്ങനെ സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, കറക്റ്റ് ആ ഒരു 19th സെഞ്ചുറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആർക്കിടെക്ചറൊക്കെയാണ്. ഇത് നമ്മുടെ ലണ്ടനിലെ മറ്റേ ബിഗ് ബെന്നൊക്കെ ഓർമ്മപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവം, ഒരു ടവർ അവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ തോന്നുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് KL ടവറിലേക്ക് എന്നാണ് നമ്മളുടെ ഗൈഡ് അടി പറഞ്ഞത്. ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഇതുവരെ കാണാത്തൊരു പൂജേനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു കല്ലില് ഇവിടുത്തെ ഒരു ബ്രീഫ് ഹിസ്റ്ററി കൊത്തിവെച്ചിട്ടുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെർഡേക്ക സ്ക്വയർ എന്നാണ് ദത്താരൻ മെർഡേക്ക എന്ന് ഇവരുടെ ഭാഷയിൽ പറയും. ഇറ്റ് വാസ് ഹിയർ ദാറ്റ് ദ മലേഷ്യൻ ഫ്ലാഗ് വാസ് റൈസ്ഡ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം അറ്റ് 12:01 on 31st August 1957 to replace the Union Jack. This signifying the end of British rule over Malaya. പിന്നെ ബാക്കി ഇൻഫർമേഷൻ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വെയിലുള്ളാതെ നേരെ വണ്ടിയിലേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു യാത്ര ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ GK സാർ പറഞ്ഞാണ്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലവും കാണുന്ന കാഴ്ചയെ പറ്റി നമ്മൾ അറിയണം, അവിടുത്തെ ഒരു ചരിത്രമൊക്കെ അറിയണം. അപ്പോഴാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ഫീൽ വരുന്നത്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. പൂജയ്ക്ക് നാളെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ആ ക്ഷീണിച്ചേട്ടോ, ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഫ്ലൈറ്റിൽ ഉറക്കം ശരിയല്ലോ, അതിൻ്റെയൊക്കെയാണ്. ഫുഡ് കഴിച്ചാൽ റെഡി ആവൂലേ? നല്ല ഫുഡ്, പാകിസ്ഥാനി ഫുഡ് മേടിക്കാം വേണ്ടേ?
ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി റെഡിയാണ്, പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ അടുത്തായിട്ട് എന്താണ് റെസ്റ്റോറൻറ്റ് എവറസ്റ്റ് ലൗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ അങ്ങനെ കൊള്ളാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. പുയയുടെ മുഖം ഇപ്പോഴാണ് തെളിഞ്ഞത്. നോക്ക് മെനു നോക്ക് എന്തെങ്കിലും പറയാം. ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ട് നമ്മളെപ്പോഴും കഴിക്കാത്ത സാധനം ബീഫ് പുലാവ് ഉണ്ട് കേട്ടോ. പുലാവ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ നമ്മുടെ സാധനം തന്നെ. ഇത് ഇന്ത്യനും പിന്നെ നേപ്പാളി ക്യുസീനൊക്കെ ഉണ്ട്. ഇതുണ്ടോ നേപ്പാളി ക്യുസീനൊക്കെ ഉള്ള സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തി. ഞാൻ മട്ടൻ ബിരിയാണി പറഞ്ഞ പൂച്ച എന്താ പറഞ്ഞാൽ എന്തോ ഒരു അച്ചാരി ചിക്കനും തുണിയിൽ പൊതിഞ്ഞ ഞാൻ തോന്നുന്നു. ഇതാണെങ്കിൽ പൊള്ളണ ചൂടാണ് കേട്ടോ. ഞാൻ ടിഷ്യൂ വെച്ചൊന്ന് എടുത്ത് നോക്കട്ടെ. പോകാം എൻ്റെ മോനെ കൊള്ളായിരിക്കുന്നു. ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഷെയർ ചെയ്ത് കഴിക്കാം നമുക്ക്. ഓക്കെ, ആക്ച്വലി ഇതൊന്നുമല്ല ഫുഡ്. നമ്മൾ വേറെ ഫുഡ് ടൂർ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പെട്ടെന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഏകദേശം ഒരു 75 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1300 അല്ലേ, 1400 രൂപയോളം വരും. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നല്ല കുഴപ്പമില്ല, നല്ല വിശന്നിരുന്നുണ്ട്. പക്ഷെ നല്ല സ്ഥലമായിരുന്നു, ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് നമ്മൾ ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്. നമുക്ക് വേണ്ടി ഗൈഡ് കുറേ നേരം വെയിറ്റ് ചെയ്യാണ്. അടുത്ത സ്പോട്ട് ഉഷാറായില്ലേ ഇപ്പം? കമോൺ ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫേമസ് ആയിട്ടുള്ള KL ടവറിലേക്ക് പോവാണ്. അതൊരു കുന്നിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അങ്ങോട്ട് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്വാലാലംപൂറിൻ്റെ ഒരു മനോഹരമായ വ്യൂ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ KL ടവറിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ജസ്റ്റ് KL ടവർ താഴെ നിന്നുള്ളൊരു കാഴ്ച കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. കാണാൻ പറ്റുമോ? എൻ്റെ മോനെ ഗൈസ്, ഈ കാണുന്നതാണ് KL ടവർ. ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. KL ടവർ ലോകത്തെ 7th ലാർജസ്റ്റ് ടവറാണ്. ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻസ് ടവറാണ് കേട്ടോ. അതായത് ഈ ടവറിന്റെ മുകളിൽ ഒരു ആന്റിന ഉണ്ട്. അപ്പോൾ ആന്റിനയുടെ ഹൈറ്റും കൂടി ചേർത്താൽ 421 മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ്. നമ്മൾ കയറാൻ പോകുന്ന അതിന്റെ ഒബ്സർവേറ്ററി ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം 276 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ നടുക്ക് ഒരു പോഡിയം ഉണ്ട്. അതിൽ ഏകദേശം 6 നിലകളോളം ഉണ്ട്. അവിടെ ഒരു റിവോൾവിംഗ് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് ഇങ്ങനെ കറങ്ങി കൊലാലംപൂർ ചുറ്റും കണ്ടുകൊണ്ട് കഴിക്കാം. അപ്പൊ ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഏതാ കറങ്ങി നടക്കാം. പിന്നെ അതെ നേരെ ഓപ്പോസിറ്റ് മെർഡെക്ക 118 വീണ്ടും നമുക്ക് കാണാം. അപ്പൊ എന്തായാലും KL ടവറിന്റെ ചൈനീസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ ഉണ്ട് ചൈനീസ് ഡെക്കോറൊക്കെ കാണാം കേട്ടോ എൻട്രൻസിന്റെ അവിടെ. ദ ഹയസ്റ്റ് റിവോൾവിംഗ് റെസ്റ്റോറന്റ് ഇൻ മലേഷ്യ ഞാൻ പറഞ്ഞില്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാൻ ടിക്കറ്റ് ഫോണിലുണ്ട്. അതുവഴിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ടിക്കറ്റ് ഫോണിലുണ്ട്. അപ്പൊ ഇത് കാണിച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് സ്കൈ ഡെക്കും ഉണ്ട്, അതുപോലെ ഒബ്സർവേഷൻ ഡെക്കും ഉണ്ട്. നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. ലിഫ്റ്റ് വരുമ്പോൾ അവർ വിളിക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ വലിയ കലാപരിപാടികളൊന്നും ഇല്ല കേട്ടോ. മറ്റേ ദുബായ് ഫ്രെയിമിലൊക്കെയാണ് ഇങ്ങനെ സ്ക്രീനിലൊക്കെ കാണിക്കും നമ്മൾ കയറി പോണ ഹൈറ്റൊക്കെ. ഇതിൽ അങ്ങനെയൊന്നുമില്ല, സേഫ്റ്റി ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ നമ്മളുടെ അറിയണ്ട പ്രഷർ ഡിഫറൻസിന്റെ അല്ലേ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. 276 മീറ്ററിലാണ് ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. ഇടത്തോട്ട് പോകാനാണ് പറയുന്നത്, ഒബ്സർവേഷൻ ഡെക്ക്. എൻ്റെ അമ്മ. അങ്ങനെ KL ടവറിന്റെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ചുറ്റി നടന്നു കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ കാണാം കേട്ടോ കൊലാലംപൂറിന്റെ. ആക്ച്വലി അത്യാവശ്യം ക്രൗഡറാണ്, ആൾക്കാരുണ്ട്. അതെ, ഈ സാധനം കണ്ട, ഈ സാധനത്തിൽ കൂടി നമുക്ക് സൂം ചെയ്തൊക്കെ നോക്കാം. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ ഒന്ന് കണ്ടോട്ടെ. എൻ്റെ അമ്മ, ഒന്നും പറയാനില്ല. ഇതിന്റെ ഹൈറ്റ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കണം. നോക്കി, മെർഡെക്ക 118ന്റെ ഹൈറ്റ് കണ്ടോ, ഭീകര ഹൈറ്റ്. ബാക്കി എല്ലാം അതിന്റെ താഴെ. ആക്ച്വലി ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ തന്നെ നല്ല പൊക്കമുള്ള ബിൽഡിങ്സ് ആണ്. അതിന്റെ നടുക്ക് നിൽക്കുന്ന നോക്ക്, ഒന്നും പറയാനില്ല. അല്ല, ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കണല്ലേ, ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇത് ഒപ്പം കാണുമ്പോഴാണ് ഇതിന്റെ ഹൈറ്റ് മനസ്സിലാവുന്നത്. അടിപൊളി വ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അപ്പുറം തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റണമല്ലോ, ട്വിൻ ടവർ കാണാൻ പറ്റേണ്ടതാണ്. നമുക്ക് അപ്പുറത്തെ നോക്കാം. അതിന്റെ ഉള്ളിൽ കൂടെ നോക്കാം. എന്താ വല്ലതും കാണുന്നുണ്ടോ? അല്ലേ, കാണാമോ? ക്ലോസപ്പ് ആണോ? എന്താ കാണണേന്ന് പറ. ഭയങ്കര സൂമാ. ഇത് ഭയങ്കര സൂമാ. ആക്ച്വലി ഈ സാധനത്തിൽ കൂടി നോക്കാത്തതാണ് നല്ലത്. നമ്മൾ എന്തിലോട്ടാ നോക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. ലൈക്ക് അത്രയും സൂം. മെർഡെക്ക 118ന്റെ ഓരോ ജനലിന്റെയും അരികത്ത് വരെ കാണാൻ അത്രയും ക്ലോസ്. അത്രയും വേണ്ടായിരുന്നു എനിക്ക് തോന്നി, അല്ലേ? അത്രയും കാണിക്കേണ്ട ആവശ്യമില്ല മാഡം, കഴിഞ്ഞില്ല. ഒരുപാട് ദൂരമുള്ള റോഡ് വരെ കാണാം. ഇവിടെ നിന്നുള്ള കുറച്ച് കിട്ടിലും വ്യൂസ് ഞാൻ കാണിച്ചിട്ട് ഈ കാണുന്നതാണ് യഥാർത്ഥ കൊലാലംപൂർ സിറ്റി. അതായത് ഒരു കെട്ടിട വനം, കോൺക്രീറ്റ് ജംഗിൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാം വലിയ വലിയ ബിൽഡിങ്സ്. നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പിൽ എന്നുള്ള കാഴ്ചയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, വല്ലാത്തൊരു ഫീല്. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ?
ഗൈസ് നമ്മൾ ആക്ച്വലി ഇത് ഈ കാണുന്ന വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. യുവർ ബാങ്ക്, മലേഷ്യസ് ബാങ്ക്, ആം ബാങ്ക് എന്ന് എഴുതി വെച്ചത് നമ്മൾ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ കയറി വന്ന വഴി. നല്ല രസമാണല്ലേ നമ്മളൊരു സിറ്റീനെ ഇങ്ങനെ ടോപ്പിൽ നിന്ന് കാണുമ്പോഴേ പ്രത്യേക ഒരു ഫീലാണ്. ഇനി അപ്പുറത്ത് എന്താ നോക്കാം, നല്ല തിരക്കുണ്ട് കേട്ടോ. ചൈനീസ് ന്യൂ ഇയർ ആയിട്ട് തന്നെ എല്ലാ അട്രാക്ഷൻസിലും തിരക്കാണ്. ഇവിടെ അടുത്തുണ്ടല്ലോ, ഇതിൽ നോക്കണം. ഓ മൈ ഗോഡ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ട്വിൻ ടവറിന്റെ മനോഹരമായ കാഴ്ച കാണാം. അതിന്റെ അടുത്തേക്ക് നമ്മൾ ഇനി അടുത്ത പോകുന്നുണ്ട്. എന്നാലും ഇത് നോക്കിയേ, എന്റെ മോന് അടിപൊളി. പിന്നെ എല്ലാ സ്ഥലത്തുള്ള പോലെ ഇവിടെ ഇങ്ങനെ സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ചൈനക്കാരാണ്, ചൈനക്കാരുടെ ബഹളം. അത്യാവശ്യം വാച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അപ്പുറത്തും കൂടി കറങ്ങി നടന്ന് എങ്ങനെയാണ് വ്യൂ എന്ന് നോക്കിയിട്ട് നമുക്ക് പയ്യെ താഴോട്ട് ഇറങ്ങാം. ഇവിടെ പിന്നെ ഒരുപാട് ഹൈറ്റുള്ള കെട്ടിടങ്ങളില്ല. ഇതുണ്ടോ, ഇവിടെ മൊത്തം സിറ്റി, ബാക്കിൽ മലനിരകൾ. കൊള്ളാമല്ലേ, നല്ലൊരു ഏകദേശം ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം പിടിയിട്ടു നമുക്ക് കോലാലംപൂർ സിറ്റിയുടെ. എന്നാൽ പിന്നെ ഇറങ്ങാം. 40 മിനിറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. കറങ്ങിയിട്ട് പോവാം. ഓക്കെ അങ്ങനെ KL ടവറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പ്രോബബ്ലി ഒരു സുവനീർ ഷോപ്പിൽ കൂടി ആയിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സുവനീർ ഷോപ്പുകളും സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ തന്നെ തിരിച്ച് ഫ്രണ്ടിൽ തന്നെ വരും. നമുക്ക് മറ്റേ പച്ചപ്പുള്ള സ്ഥലത്തൊന്ന് ഇറങ്ങി നിന്നിട്ട് KL ടവർ ഒന്ന് കണ്ടിട്ട് പുറപ്പെടാം. ഓക്കെ ഗൈസ്, അങ്ങനെ ടവറിന്റെ ഫ്രണ്ടിലുള്ള മനോഹരമായ ഉദ്യാനം എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ, ഒറിജിനൽ ഗ്രാസ് അല്ല. പക്ഷേ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുക എന്നുള്ളതാണ്. എന്റെ പൊന്നോ, എന്ത് ഹൈറ്റിലാണ് എന്നറിയത്. ഇപ്പൊ അവിടെ നിന്നാണ് നമ്മൾ കുറച്ചു മുന്നേ ഈ കോലാലംപൂർ നഗരം കണ്ടത്. എന്റെ ഈശ്വര, അവിടെ ആൾക്കാരുണ്ട്. ദേ അത് കണ്ട, ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ദേ ആ തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത്. അതെന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. അതൊന്നുമല്ല സ്കൈഡ്, അത് സ്കൈഡൊക്കെ ആണ്. അവിടെ എന്താ പണിയെടുക്കുകയാണെന്ന് തോന്നണം. അപ്പൊ നമുക്കിനി ഇറങ്ങാം. ഗൈഡിനെ വിളിച്ചിട്ട് അടുത്ത മെയിൻ അട്രാക്ഷൻ, അതായത് നമ്മളുടെ ലാൻഡ്മാർക്ക് കോലാലംപൂറിന്റെ പെട്രോണാസ്. കമോൺ. യെസ്, നേരത്തെ നമ്മൾ മുകളിൽ നോക്കിയതേ ആം ബാങ്ക്, അതൊക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. ആം ബാങ്ക്. കമോൺ പൂച്ച്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഓൺ ദ വേ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. ആക്ച്വലി ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വെയിലായിരുന്നെങ്കിലും പെട്ടെന്ന് വെയിലൊക്കെ മാറി കാലാവസ്ഥ ഒരു മാറ്റം സംഭവിച്ചു. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് എന്താണ്, ബെലീസ് ചോക്ലേറ്റ് കിങ്ഡം. അങ്ങോട്ടാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ എന്താ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ പുള്ളി ചൈനീസ് ന്യൂ ഇയർ ആയിട്ട് ചിലപ്പോൾ ഉണ്ടോ ഇല്ല എന്നുള്ള നോക്കാന്ന് പറഞ്ഞപ്പോൾ പൂജ വിഷമിച്ചിരുന്നതാണ്. എന്തായാലും നമ്മളിവിടെ എത്തി. ഹാപ്പി? യെസ്. ടേസ്റ്റിങ്ങിന് എന്നാൽ കുറേ ഒന്നും കഴിക്കണ്ട കേട്ടോ. ചിലപ്പോൾ ടേസ്റ്റിങ്ങിന് വെച്ചേക്കണെല്ലാം തീർന്നിട്ടുണ്ടാവും ചിലപ്പോൾ. നോക്കാം. അങ്ങനെ ചോക്ലേറ്റിൻ്റെ അങ്ങോട്ട് കയറണം. ഇവിടെ എന്തോ ക്ലാസ് നടക്കുകയാണെന്ന് തോന്നണം. ഒരു ചേച്ചി എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. ക്ലാസ് ആണോ? എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് എന്തിനാ പറ്റിയാന്ന് തോന്നണം. നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് പോവാം. നമ്മളുടെ ഏരിയ അല്ലാന്ന് തോന്നുന്നു. രണ്ടുപേര് കണ്ണാടി ആയിരുന്നു കേട്ടോ, പെട്ടെന്ന് പേടിച്ചു പോയി. എവിടെ ഫ്രീ ആയിട്ട് കഴിക്കാൻ തരാന്ന് ചോദിക്കും. കിട്ടി ചോക്ലേറ്റ് കിട്ടി. ഗൈസ്, 2 സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. ഭയങ്കര മധുരം അല്ലേ. ഈശ്വര, ഷുഗർ നിർത്തിയിരുന്ന ഞാൻ ഇന്ന് കഴിക്കുകയാണ്. ഇത് വേണമെങ്കിൽ എനിക്ക് മേടിക്കാൻ പറ്റിയ സാധനം കേട്ടോ. 0 നോ ഷുഗർ ഡാർക്ക് ചോക്ലേറ്റ്. അത് വേണേൽ മേടിക്കാം, വലിയ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഭയങ്കര ബഹളമാണ് ഇവിടെ. നമുക്ക് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാം. ഗൈസ്, അങ്ങനെ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ വിൽക്കാൻ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം മൈക്ക് സ്പീക്കറായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അവരിങ്ങനെ അവരുടെ ഭാഷയിൽ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ ആകെ വേളമാണ്. പക്ഷേ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ തരും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാതെ പോലെ നല്ല ടേസ്റ്റാണ്. ദൂര്യൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. അത് മാത്രം ഞങ്ങൾ മേടിച്ച് കഴിച്ചില്ല. അതിന് ഭയങ്കര സ്മെല്ലാണ്. കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്മെല്ല് വായിന്നും ഒന്നും പോകില്ല. ആണോ? അത് കഴിച്ചിട്ടുണ്ടല്ലേ പൂജ? ഒരു പ്രാവശ്യം തായ്ലൻഡിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. 67 റിംഗിന്റെ തിരുമിസ്തു എന്ന് പറഞ്ഞ സാധനം പൂജയ്ക്ക് മേടിക്കണമെന്നുണ്ട്. വേണമെങ്കിൽ പോയി മേടിച്ചിട്ട് ലാസ്റ്റ് ഉറപ്പല്ലേ? ഗൈസ്, അങ്ങനെ ഫൈനലി ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, നമ്മുടെ സിറ്റി ടൂറിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ദ പെട്രോണാസ് ടവർ. ഇരട്ട ഗോപുരങ്ങൾ. നമുക്ക് ഇതിന്റെ കുറച്ച് ആ സെൻട്രൽ സൈഡിലേക്ക്. ആക്ച്വലി ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് കയറാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ. കുഴപ്പമില്ല, എന്തായാലും ഇപ്രാവശ്യം ഇല്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. ഇത് കണ്ടില്ലേ തിരക്കെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒത്തിരി വീഡിയോസിൽ സഞ്ചാരത്തിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ അതിലൂടെയൊക്കെ നമുക്ക് കിട്ടിയതാണ്. ഇത് ആക്ച്വലി ഒരേപോലെ ഇരിക്കുന്ന 2 ടവറുകളാണ്. ഇപ്പോഴും ഈ 2 ടവറുകൾ തന്നെയാണ് ഏറ്റവും ഉയരം കൂടിയ ട്വിൻ ടവേഴ്സ്, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ട്വിൻ ടവേഴ്സ്. അതുപോലെ തന്നെ 41, 42 നിലകളിൽ തമ്മിൽ ആ നിലകളിൽ 2 ടവറിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ബ്രിഡ്ജ് ഉണ്ട്. അതിൽ 41ാമത്തെ നിലയിലാണ് നമുക്ക്
ഒബ്സർവേഷൻ, അവിടം വരെയാണ് വിസിറ്റേഴ്സിന് കയറാൻ പറ്റുന്നത്. അതിന്റെ മുകളിലുള്ള പാലം എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ളതാണ്. അതുപോലെ 2 കരാറുകാർ നിർമ്മിച്ച ഒരു കാലത്ത് ഭയങ്കര ലോകാത്ഭുതമായിരുന്ന, ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ഇത്. ഭയങ്കര ഒരു രോമാഞ്ചമല്ല എന്താ അത്? അതെ, അവിടെ നമ്മൾ നേരത്തെ കയറിയ ടവർ, KL ടവറിന്റെ തല മാത്രം കാണാം. പക്ഷെ ഇത് വല്ലാത്തൊരു ഫീൽ ഉണ്ട്. നമ്മളല്ലേ ഒത്തിരി വീഡിയോസിലെല്ലാം കണ്ടിട്ട് നമ്മൾ നേരിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും Twin Towers, I am here finally. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇനി പെട്രോണസ് ടവറിനോട് വൈ പറഞ്ഞ ഹോട്ടലിലേക്ക് പോവാണ്. ഇനിയെങ്കിലും ഒന്ന് റൂമിൽ ചെന്നിട്ട് ഒന്ന് കുളിച്ചൊക്കെ വൃത്തിയായി കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം. കാര്യം എന്റെ കോലം എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഇന്നലെ രാത്രി നമ്മൾ തുടങ്ങിയ ട്രാവലാണ്, എങ്ങനെ റെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ആകെ കോലം കെട്ട്. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു, റിലാക്സ് ചെയ്യുന്നു, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ വൺസ് മോർ ബൈ ബൈ പെട്രോണസ്, താങ്ക് യു ഫോർ ഹാവിങ് അസ്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഇന്നത്തെ ടൂർ എല്ലാം അവസാനിച്ച് നമ്മൾ ഹോട്ടലിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിയോടെ അടി, താങ്ക് യു വെരി മച്ച്, സീ യു ടുമാറോ. അപ്പോൾ ഇന്നത്തെ ടൂർ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ രാത്രി നമുക്ക് സ്വന്തം രാത്രിയിൽ ഞങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മളിനി ഉറക്കമാണ് പോയിട്ട്. ഭയങ്കര ടയർഡായിട്ടോ, കാര്യം ആ ആവേശം കാരണേ ഭയങ്കര ടയർഡായി. പിന്നെ അതേ നമുക്ക് ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ടെന്ന് നമ്മുടെ കോച്ച് എന്നല്ല നമ്മുടെ ഗൈഡ് പറഞ്ഞു. ഈ പജാക്കിംഗ് എന്ന് എഴുതിയേക്കണതിൻ്റെ അങ്ങോട്ടൊരു നൈറ്റ് മാർക്കറ്റാണ്. ആക്ച്വലി നമുക്ക് അഡാപ്റ്റർ മേടിക്കണം, അങ്ങനെ ഒരു അബദ്ധം പറ്റി. നമ്മൾ കൊണ്ടുവന്ന അഡാപ്റ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കുത്താനുള്ള സോക്കറ്റ് ഇവിടെ ഇല്ല. എന്തായാലും ആദ്യം പോയി റൂമിൽ പോയി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ആയിരിക്കാണ്, ലിഫ്റ്റിൽ കയറി. ഇത് മൊത്തം 25 നിലയുണ്ട്, നമ്മൾ 18ാമത്തെ നില എന്നാണ് വിശ്വാസം. 180 എന്നാണ് റൂം നമ്പർ. അങ്ങനെ എന്താ പറഞ്ഞില്ലേ, അങ്ങനെ പുള്ളിക്കാരുടെ ഇവിടെയുള്ള ആൾക്കാർ ഒരു ഇംഗ്ലീഷ് സ്ലാങ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും 18 ചെക്കിയിട്ടുണ്ട്, വന്നെടുത്ത് വെച്ചാണ്. അപ്പോൾ 6ാം നില വരെ എത്തി. ഗൈസ്, അപ്പോൾ നമുക്ക് തെറ്റിയിട്ടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ. ഇത് തന്നെയാണ് ഇവിടെ 1801, ഇതാണ് നമ്മുടെ റൂം. ഒന്ന് തുറന്നു നോക്കട്ടെ, പൂച്ച്. ഇതിൽ നിന്ന് കാർഡ് എടുക്ക്. അതടിച്ചിട്ട് നമുക്ക് ആദ്യമായിട്ടൊന്ന് കയറാം. പച്ച കത്തി തുറന്നു. വാവ്, ഇലക്ട്രിസിറ്റി. യെസ്, ആദ്യം തന്നെ നമുക്കേ റൂം ഒന്ന്, പെട്ടിയൊക്കെ അവിടെ വെച്ചോ, നമുക്ക് റൂം ഒന്ന് കണ്ടിട്ട്. യെസ്, അപ്പോൾ ഇതാണ്. അതെ, പൂക്കളുടെ പെയിന്റിംഗ് ഒക്കെ. ഇതാണ് അവർ ഹോം ഫോർ നെക്സ്റ്റ് 4 nights. അതെ, എൻ്റെ പൊന്നെ, അതെ, TV ഓണായി. നമുക്ക് സേഫ് ഒക്കെ ഉണ്ട്. ഇത് ഓഫ് ആക്കാൻ വല്ല വഴിയുണ്ട്. അതുപോലെ തേപ്പ് പെട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ വാർഡ്രോബാണ്. സ്ലൈഡിങ്, ഇവിടെ മിറർ ഉണ്ട്. സ്ലൈഡിങ് ഡോർ. ഇവിടെ ലൈറ്റ് ഇല്ലേ? അതുണ്ട്, ലൈറ്റ് ഇട്ട് നോക്കട്ടെ. ലൈറ്റ് കത്തി. എന്താണ് വാഷ്റൂം. സീത്രൂ ആണല്ലോ. ഇവിടെ കുളി നടക്കുമ്പോൾ അവിടെ പുറത്ത് കിടക്കുന്നുണ്ടെ കാണാൻ പറ്റും. കൊള്ളാം, അടിപൊളി റൂമാണ്. അപ്പോൾ ഇനി സാധനങ്ങളെല്ലാം വെച്ച് സെറ്റിൽ ആവാം നമുക്ക്. പിന്നെ സ്വാഭാവികമായിട്ടും 18ാമത്തെ നില ആയതുകൊണ്ട് വ്യൂ കാണണം. മനോഹരം, അടിപൊളി വ്യൂ ഉണ്ട് നമുക്ക്. കൊള്ളാം, ബിൽഡിങ്സ് ഒക്കെ കാണാം, അടിപൊളി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡല്ല, ആക്ച്വലി 2ാമത്തെ എപ്പിസോഡാണ്. എന്നാലും ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിനി പതുക്കെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് രാത്രി ഇനി പുറത്തേക്ക് ഇറങ്ങണം, നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, കുറച്ച് ഫുഡ്, തവളയിറച്ചി, അതാണല്ലോ നമ്മളുടെ മെയിൻ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് വന്നത്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഇതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ക്ലബ് W ചെക്കൗട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നല്ലോ നമ്മുടെ ടൂർ, കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ് സമയത്തിന് തന്നെ പോയി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യുക. അടുത്ത കിഡ്ലൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹംബിൾ മ്യൂസിഷ്യൻ വ്ലോഗ്സ്. I'll see you in my next video. Until then, you take care. ഇൻട്രോ എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. കാർത്തിക് എന്നാ എന്നല്ലേ വിളിച്ചത്? ന്യൂസ് പരിപാടിയാണോ എന്താണെന്ന് അറിയില്ല. വേണമെങ്കിൽ ഒന്ന് ഫ്രണ്ടിൽ കയറി നമുക്ക് ഏതെങ്കിലും മലേഷ്യൻ ന്യൂസ് ചാനൽ കാണാം. വേണ്ട, മുറ്റത്ത് കുതിരയും കുതിരക്കാരനൊക്കെ ഇപ്പം ഉണ്ടോ, അങ്ങോട്ടൊന്ന് പോവാം നമുക്ക്. പീരങ്കി അങ്ങനെ പല സാധനങ്ങളും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അല്ലേ, അത് വേറെ എന്തോ.